മകരച്ചൊവ്വ എന്ന മഹോത്സവത്തിന് പേര് കേട്ട കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് ചെമ്പൂത്ര. തൃശ്ശൂരിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയാണ് ചെമ്പൂത്ര സ്ഥിതി ചെയ്യുന്നത്. അതായത് NH47 റോഡിന്റെ അരികിലുള്ള വഴിയിലൂടെ പോയാണ് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രമുള്ളത്. വെള്ളാനിമലയുടെ താഴ്വരയിൽ പ്രകൃതി സൗന്ദര്യം പശ്ചാത്തലമാക്കിയുള്ള മനോഹരമായ സ്ഥലമാണ് ചെമ്പൂത്ര. താളവാദ്യങ്ങളും അണിനിരയായി നിൽക്കുന്ന ഗജവീരന്മാരെയും കൊണ്ട് പേര് കേട്ട ഒരു ഗ്രാമം തന്നെയാണിത്. പണ്ട് കേരളത്തിലെ 47 ഗജവീരന്മാർ നിരന്നു നിന്ന് പൂരത്തിന്റെ മാറ്റുകൂടിയാണ് ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് പൂരത്തിന്റെ പേര് വാനോളം പ്രശസ്തമായത്. എല്ലാ വർഷവും മലയാള മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച മകരച്ചൊവ്വ മഹോത്സവമായി ആഘോഷിക്കുന്നു. ഈ വർഷം മകരച്ചൊവ്വ മഹോത്സവം വരുന്നത് ജനുവരി 16-ാം തീയതിയാണ്. കേരളത്തിലെ പേര് കേട്ട മുൻനിര ഗജവീരന്മാരും മേളപ്രമാണികളും പങ്കെടുക്കുന്ന 48 ദേശക്കാരുടെ ഉത്സവം. അതെ, തൃശൂർ ജില്ലയിലെ മറ്റൊരു പ്രധാന ഉത്സവം എന്ന് തന്നെ പറയാം. പ്രകൃതിദത്തമായ പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം ചെമ്പൂത്രയ്ക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ചെമ്പൂത്ര എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേര് കൂടിയുണ്ട്. ആന കേരളത്തിന്റെ മറ്റൊരു നായക പദവി അലങ്കരിച്ച ഗജവീരൻ, അതെ, ചെമ്പൂത്ര ദേവിദാസൻ. ചെമ്പൂത്ര മകരച്ചൊവ്വ മഹോത്സവത്തിന് തിടമ്പേറ്റുന്നത് ദേവിദാസനായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് ആനപ്രേമികളെയും ചെമ്പൂത്ര നിവാസികളെയും കണ്ണീരിലാഴ്ത്തി ചെമ്പൂത്ര ദേവിദാസൻ. അതെ, കൊട്ടും കുരവയും തലേക്കെട്ടുമില്ലാത്ത കാലത്തിന്റെ യവനികയിലേക്ക് അവൻ യാത്രയായിട്ട് ഇന്നേക്ക് 7-ാം വർഷം. 48 ദേശം വാഴും ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് അമ്മയുടെ സ്വന്തം മകൻ ദേവിദാസനില്ലാത്ത പൂരങ്ങൾ കടന്നുപോകുന്നു. ചെമ്പൂത്ര അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ ദേവിദാസൻ എന്നും ശാന്തിയോടെ മാനവിക ഹൃദയങ്ങളിൽ മായാതെ നിൽക്കുന്നു. ഇനിയും പൂരങ്ങൾ വരും, ഗജവീരന്മാർ അണിനിരക്കും, ഓർമ്മയിൽ അവനും ഉണ്ടായിരിക്കട്ടെ ചെമ്പൂത്ര ദേവിദാസൻ. അപ്പോ ഈ വരുന്ന ജനുവരി 16-നാണ് നമ്മുടെ ചെമ്പൂത്ര കൊടുങ്ങല്ലൂർക്കാവ് മകരച്ചൊവ്വ മഹോത്സവം.